തൊഴിലാളി സ്നേഹം നടിച്ച് ഭരണത്തിലേറിയ പിണറായി സർക്കാർ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് BMS ദേശീയ സമിതി യോഗം കെ വിജയകുമാർ. BMS ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ ദ്രോഹിക്കുകയാണ്. KSRTCയെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായാണ് സ്വിഫ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചത്. തൊഴിലാളി പ്രേമം നടിച്ച് ഭരണത്തിലേറിയ സർക്കാർ തൊഴിലാളികളെ ദ്രോഹിക്കുകയാണെന്നും കെ വിജയകുമാർ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു. KSRTCയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും? KSRTC ഒരു ബാധ്യതയായതുകൊണ്ട് ഈ ബാധ്യതയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നാണ് ഇന്ന് ഇടതുപക്ഷ സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് സ്വിഫ്റ്റ് KSRTCക്ക് അകത്ത് ഒരു കമ്പനി, വേറൊരു പേരിൽ വേറെ സേവന വേതന വ്യവസ്ഥകളിൽ KSRTCയിലെ സ്ഥിരം ജീവനക്കാർക്കുള്ള സേവന വേതന വ്യവസ്ഥകളിൽ സ്വിഫ്റ്റിൽ താൽക്കാലികമായി നിയമിച്ചിട്ടുള്ള ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും വേറൊരു സേവന വേതന വ്യവസ്ഥയാണ് അവർക്കുള്ളത്. ഒരു കമ്പനിക്കകത്ത് തന്നെ മറ്റൊരു കമ്പനിയും മറ്റൊരു സേവന സംവിധാനവും മറ്റൊരു വിഭാഗം തൊഴിലാളികളെയും സൃഷ്ടിക്കുക എന്ന ഒരു വൃത്തികേടും യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം. BMS ജില്ലാ സമ്മേളനം 2 ദിവസങ്ങളായാണ് കട്ടപ്പനയിൽ നടന്നത്. കട്ടപ്പന ടൗൺ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട 100 കണക്കിന് പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം BMS ദേശീയ സമിതി അംഗം കെ വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് K ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി SG മഹേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി G അജിത്, സംഘടനാ സെക്രട്ടറി K മഹേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ചന്ദ്രശേഖരൻ, സംസ്ഥാന സെക്രട്ടറിമാരായ CG ഗോപകുമാർ, CB വർഗീസ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് കാര്യവാഹ് MT ഷിബു, ജില്ലാ ഭാരവാഹികളായ NB ശശിധരൻ, VN രവീന്ദ്രൻ തുടങ്ങിയ നിരവധി ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.